പ്രൈസ് ലോർഡ്. യേശു ചെയ്ത 37 അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കുന്നവർ പറഞ്ഞിരിക്കുന്നത്. ചിലരത് 36 എന്ന് പറയുന്നുണ്ട്. ചെറിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് അത് അത്ഭുതമല്ല എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. എനിവേ 37 എന്ന് നമുക്ക് പൊതുവിൽ യേശു ചെയ്ത 37 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന പോലെ യേശു പറഞ്ഞത് ചെയ്തത് എഴുതിയാൽ തീരത്തില്ല. അത്രയധികമാണ് ഇന്നും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളിൽ അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലായി 37 അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അതിൽ 4 സുവിശേഷങ്ങളിലും പൊതുവിൽ കോമണായി ഉള്ള ഒരൊറ്റ അത്ഭുതമേ കാണാനായിട്ട് കഴിയും. 4ലും ഒരുപോലെ കാണുന്ന ഒരു അത്ഭുതമേ ഉള്ളൂ. അത് യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ കൂടാതെ പുരുഷന്മാരെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെയൊക്കെ പോഷിപ്പിച്ച, എന്നിട്ട് 12 കുട്ട അപ്പം മിച്ചമെടുത്ത ആ അത്ഭുതമാണ് 4 സുവിശേഷങ്ങളിലും ഒരുപോലെ കാണുന്നത്. ഇന്ന് യേശു ചെയ്ത ഒരു അത്ഭുതത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ അത്ഭുതം 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസ്, സമാന്തര സുവിശേഷങ്ങൾ, പാരലൽ ഗോസ്പൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ അത്ഭുതം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ റെഫറൻസ് പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മത്തായിയിലും ലൂക്കോസിലും 8-ാം അധ്യായങ്ങളിൽ, മത്തായി 8-ലും ലൂക്കോസ് 8-ലുമാണ് ഈ അത്ഭുതം കാണുന്നത്. അതിൽ തന്നെ മത്തായിയിൽ 23-ാം വാക്യം മുതൽ 27 വരെ, ലൂക്കോസിൽ 22 മുതൽ 25 വരെ. മർക്കോസിലാകട്ടെ ഈ 8-ന്റെ പകുതി എടുത്താൽ 4-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ. ഈ സംഭവത്തിന് പൊതുവിൽ ഒരു ടൈറ്റിൽ, ഒരു കോമൺ ആയിട്ടൊരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ, ജീസസ് കാംസ് എ സ്റ്റോം ഓൺ ദ സീ, യേശു കടലിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന അത്ഭുതം എന്ന് നമുക്കിതിന് പേര് കൊടുക്കുവാനായിട്ട് കഴിയും. ഇനി ഈ 3 സുവിശേഷങ്ങളിലും ഇത് നരേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ വാക്കുകളുടെ വ്യത്യാസങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. പൊതുവിൽ 3-ലും ഏകദേശം സമാനമായ ഡിസ്ക്രിപ്ഷനാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, യേശു ചെയ്ത ഒരേ കാര്യം പലരെഴുതേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? 3-4 പേര്, 3 പേര് ഏകദേശം ഒരുപോലെ, യോഹന്നാൻ 4th ഗോസ്പൽ, ജോൺസ് ഗോസ്പൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റു 3 സുവിശേഷങ്ങൾ കാണാത്ത കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലുള്ള ആ ഒരു അത്ഭുതവും, പിന്നെ ചില സംഭവങ്ങൾ, ചില കോൺവെർസേഷൻസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റു സുവിശേഷങ്ങളിലുള്ളത് കാണാം. അത് വളരെ കുറച്ചേ ഉള്ളൂ കണ്ടന്റ്. യോഹന്നാന്റെ സുവിശേഷം പൊതുവെ പറയുന്നത് മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷം പ്രചാരത്തിലായിരുന്ന സമയത്ത് അതൊക്കെ വായിച്ചപ്പോൾ യോഹന്നാന് അതിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ, യേശു ചെയ്ത കാര്യങ്ങൾ ചേർത്ത്, അപ്പോൾ തന്നെ ഒരു ജോഹന്നാൻ കമ്മ്യൂണിറ്റി ആ കാലത്ത്, യോഹന്നാന്റെ ഒരു സമൂഹം എന്ന് പറയുന്ന ആ ഓഡിയൻസിനെ മുന്നിൽ കണ്ട് കുറച്ചുകൂടെ ഫിലോസഫിക്കലായിട്ട്, എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗ്രീക്ക് ഫിലോസഫിയൊക്കെ സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട്, അതിനാൽ സ്വാധീനിക്കപ്പെട്ടിരുന്ന ഒരു ജനത്തെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവശാസ്ത്ര ചിട്ടയിൽ എഴുതിയ സുവിശേഷം എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ പറയുന്നത്. എനിവേ, ഞാൻ പറഞ്ഞതുപോലെ
എന്തുകൊണ്ട് 4 പേരെഴുതണം എന്ന് ചോദിച്ചതിന് ഒരു ദൈവദാസൻ പറഞ്ഞ മറുപടിയാണ്, 4 പേരെ എഴുതിയുള്ളോ എന്നല്ലേ ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. യേശു ചെയ്തത് 4 പേര് എഴുതിയാ മതിയോ? ആമേൻ. പിന്നെ 4 പേര് എന്തിനെഴുതണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത് ചോദിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യമാണ്, യേശു പറഞ്ഞ കാര്യങ്ങൾ ഒരുപോലെ അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ പോലും ഡിസ്ക്രിപ്ഷനിൽ അത് എഴുതിയിരിക്കുന്ന വാക്കുകളിൽ ചില വേളകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് ഒരുപോലെ എഴുതാതെ വ്യത്യാസമായിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, എഴുതിയ വ്യക്തിയുടെ ദൈവം കൊടുത്തിരിക്കുന്ന ആ വചനം രേഖപ്പെടുത്താൻ കൊടുത്തിരിക്കുന്ന നിയോഗം, അതാണ് ഒന്നാമത്തെ കാരണം. ഒരേ കാര്യം ദൈവം 2 വ്യക്തികളോട് സംസാരിച്ചിട്ട് 2 പേരോടും അത് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുമ്പോൾ 2 പേരും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവിൽ, കൃപയിൽ, താലന്തിൽ ഒക്കെ അധിഷ്ഠിതമായിട്ടായിരിക്കും അത് രേഖപ്പെടുത്തുന്നത്. അതാണ് വ്യത്യാസത്തിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇവർ ഈ സുവിശേഷം എഴുതുന്നത് യേശു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലൈവായി അവർ റെക്കോർഡ് ചെയ്യുകയല്ലായിരുന്നു. യേശു അപ്പോൾ പറയുന്നത് അതുപോലെ രേഖപ്പെടുത്തുകയല്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം അവര് അനുഭവിച്ച, കൂടെ നടന്ന് കണ്ട കാര്യങ്ങൾ മത്തായി രേഖപ്പെടുത്തുമ്പോൾ ലൂക്കോസും മർക്കോസും അവര് കൂടുതലും യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ നിന്ന് കേട്ട് എഴുതുകയായിരുന്നു. അതിൽ തന്നെ ആദ്യം എഴുതിയത് മർക്കോസാണ്. അപ്പോൾ അവരെഴുതുമ്പോൾ അവർ മുന്നിൽ കാണുന്ന വായനക്കാർ, അവരുടെ പ്രൈമറി റീഡേഴ്സ്, പ്രാഥമിക വായനക്കാർ, അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് ഈ സുവിശേഷ രചന നടത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവരെന്തെങ്കിലും കൂടുതലായി കൂട്ടിച്ചേർത്തെന്നോ എന്തെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ചെന്നോ അല്ല. എന്നാൽ കേൾക്കുന്നവർക്ക്, വായനക്കാർക്ക് അത് ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ അതിനെ ഡിസ്ക്രിപ്റ്റ് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അവരുടെ ഭാഷാ ശൈലി, അവരുടെ സംസ്കാരം, ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ രചന നടത്തിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മത്തായി സുവിശേഷം എഴുതുമ്പോൾ ആരംഭിക്കുന്നത് വംശാവലിയിൽ നിന്നാണ്. യേശുക്രിസ്തു അബ്രഹാമിന്റെ, ദാവീദിന്റെ പുത്രനായി ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, വംശാവലി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മത്തായി സുവിശേഷം എഴുതുന്നത്. അതിന്റെ കാരണം, മത്തായി തന്റെ പ്രഥമ വായനക്കാരായി കാണുന്നത് യഹൂദന്മാരെയാണ്. യേശുവിനെ മെശിഹ എന്ന് യഹൂദന്മാർ അംഗീകരിക്കണമെങ്കിൽ യേശു ദാവീദിന്റെ പുത്രനെന്ന് അവർക്ക് ബോധ്യമായെങ്കിലേ അവർ അംഗീകരിക്കത്തുള്ളൂ. ആ ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് മത്തായി രേഖപ്പെടുത്തുകയാണ്. അതിന്റെ അർത്ഥം മത്തായി തെറ്റായതോ കള്ളമായതോ എഴുതിയെന്നല്ല, സത്യമായ കാര്യം ഉള്ളത് ആ വായനക്കാർക്ക് പരിചിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് എഴുതുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ മാത്രമാണ് മർക്കോസ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാല്യകാലമോ സാംസ്കാരിക പശ്ചാത്തലമോ മതപശ്ചാത്തലമോ ഒന്നും രേഖപ്പെടുത്തുന്നില്ല. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് മുതൽ പുനരുദ്ധാനം വരെയുള്ള കാര്യങ്ങൾ മർക്കോസ് രേഖപ്പെടുത്തുന്നു. എന്നാൽ ലൂക്കോസ് എഴുതുമ്പോൾ, ലൂക്കോസ് ഒരു യവനനായിരുന്നു, ഒരു ഗ്രീക്കായിരുന്നു. അദ്ദേഹം നല്ല വിദ്യാസമ്പന്നനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു, അന്നത്തെ ഒരു ഫിസിഷ്യൻ ആയിരുന്നു, ഒരു വൈദ്യനായിരുന്നു, ഡോക്ടറായിരുന്നു. അപ്പോൾ തൻ്റെ ആ അറിവ്, ചരിത്രത്തെ ഭംഗിയായി രേഖപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെയൊക്കെ ദൈവം പല സാഹചര്യത്തിലൂടെയൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ച ആ അറിവ്, ചരിത്രത്തെ റെക്കോർഡ് ചെയ്യാനുള്ള, രേഖപ്പെടുത്താനുള്ള ആ അറിവിന്റെ അതിനെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വായനക്കാർ യഹൂദന്മാർ മാത്രമല്ല, ജാതികളും യഹൂദജാതിക്ക് പുറത്തുള്ളവരും ഇത് വായിക്കുമ്പോൾ അവർക്കും മനസ്സിലാകണം, അവർക്കും യേശുക്രിസ്തു അവർക്ക് വേണ്ടി കൂടെ ലോകത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്
ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ജാതികളോടുള്ള ബന്ധത്തിലുള്ള പല പ്രയോഗങ്ങളും കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റ് മത്തായിലും മർക്കോസിലും കാണാത്ത ചില കാര്യങ്ങൾ ആമേൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയുന്നതിന്റെ കാരണം അതാണ്. ഉദാഹരണങ്ങൾ എടുക്കാൻ ഞാൻ ഇത് സുവിശേഷങ്ങളെ കുറിച്ചുള്ള പഠനമല്ലാത്തതുകൊണ്ട് സമയമെടുക്കുന്നില്ല. അപ്പോൾ സുവിശേഷം എന്തുകൊണ്ട് സുവിശേഷങ്ങളിൽ പാരലൽ ഗോസ്പലിൽ പോലും സിനോപ്റ്റിക് ഗോസ്പൽസിൽ പോലും വ്യത്യാസം കാണുന്നു എന്നതിന്റെ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എഴുതിയ വ്യക്തിയെ ദൈവം അവർക്ക് നൽകിയ കഴിവിന്റെയും നിയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ആണ് അവരെഴുതിയത് എന്നതുകൊണ്ട് പരാമർശങ്ങളിൽ, വാക്കുകളിൽ, വിശദീകരണങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാൽ സത്യവും ഉള്ളതുമായ ഉള്ളടക്കമാണ് അവർ രേഖപ്പെടുത്തിയത് എന്നതിന് സംശയം വേണ്ട. രണ്ട്, അവരുടെ പ്രാഥമിക വായനക്കാർ ആര് എന്ന് അവർ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. വായനക്കാർ ആര് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ആരോടാണ് സംസാരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, നരേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നത് പോലെയാണ് സുവിശേഷ രചയിതാക്കൾ അവരുടെ ഉള്ളടക്കത്തിൽ വ്യത്യസ്തത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എനിവേ, ഞാൻ ഈ 3 സുവിശേഷങ്ങളിലും കാണുന്ന യേശു കടലിനെ, കാറ്റിനെ ശാസിച്ച് ശാന്തമാക്കുന്ന ആ വിഷയത്തിലേക്ക്, ആ അത്ഭുതത്തിന്റെ വിശദീകരണത്തിലേക്ക് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് നമുക്ക് ഇന്ന് സമയമെടുക്കാം. ഒന്നാമതായിട്ട് ഇവിടെ യേശു തന്റെ ശിഷ്യന്മാരോട്, സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു തന്റെ ശിഷ്യന്മാരോട് ഒരു പകലിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞപ്പോൾ ഗലീല തടാകത്തിന്റെ തീരത്ത് നിന്ന് പടകിൽ കയറി, അന്ന് രാവിലെ പടകിലിരുന്നൊക്കെ യേശു സംസാരിച്ചതിനെ കുറിച്ച് നമുക്ക് പശ്ചാത്തലത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. വൈകുന്നേരമായപ്പോൾ പടകിൽ കയറിയിട്ട്, വള്ളത്തിൽ കയറിയിട്ട്, ബോട്ടിൽ കയറിയിട്ട് യേശു പറഞ്ഞു, നമുക്ക് മറുകരയ്ക്ക് പോകാം എന്ന്. ഗലീല തടാകത്തിന്റെ മറുകരയിലേക്ക് പോകാമെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. ഇത് ഈ ഗലീല തടാകത്തിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല പേരുകൾ കാണാം. പ്രധാനമായും ഏറ്റവും ജനകീയമായ പോപ്പുലറായ നാമം സീ ഓഫ് ഗാലിലി, ഗലീല കടൽ എന്നാണ്. ഇതൊരു തടാകമാണ്, കടലല്ല, തടാകമാണ്. പക്ഷെ അതിനെ കടൽ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ ചാവുകടലും ഒരു തടാകമാണ്, പക്ഷെ അതിനെ ഡെഡ് സീ എന്നാണ് വിളിക്കുന്നത്. എനിവേ, ഗലീല തടാകം അല്ലെങ്കിൽ ഗലീല കടൽ, ഇതിന് കിന്നേരത്ത് എന്ന് പേരുണ്ട്, ഗന്നസരത്ത് എന്ന് പേരുണ്ട്, തിബരിയാസ് കടൽ എന്ന് പേരുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ ഈ തടാകം അറിയപ്പെടുന്നുണ്ട്. ഈ തടാകത്തിന്റെ മറുകരയിലേക്ക് പോകാൻ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. യേശു പടകിൽ കയറി. പകൽ മുഴുവനും ശുശ്രൂഷ ചെയ്തതല്ലേ. യേശു കയറിയ പാടെ ഉറങ്ങിപ്പോയി. അമരത്ത് തലയണ വെച്ച് ഉറങ്ങി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമരം എന്ന് പറയുന്നത് പടകിന്റെ ഡയറക്ഷനെ നിയന്ത്രിക്കുന്ന ആള് ഇരിക്കുന്ന സ്ഥലമാണ്. അതിന്റെ അർത്ഥം അയാളെ മാറ്റിയിട്ട് യേശു അവിടെ ഇരുന്നല്ല. അയാൾ അവിടെ ഇരിക്കുമ്പോൾ ആ ദിശയെ, അല്ലെങ്കിൽ അവിടേക്ക്, അതിന്റെ അടുക്കലേക്ക് യേശു തലവച്ച് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആള് അവിടെ തന്നെ ഉണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. അമരത്ത് അല്ലെങ്കിൽ ആ ദിശയിലേക്ക്, ആ ഭാഗത്ത് തലവച്ച്, എന്ന് പറഞ്ഞാൽ പടക് സഞ്ചരിക്കുന്ന അതേ ദിശയിലേക്ക് തലവച്ച് യേശു ഉറങ്ങുകയായിരുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ഗതിയുടെയും നമ്മുടെ യാത്രയുടെയും ഡയറക്ഷനിൽ തന്നെ യേശു ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. എനിവേ, അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു. കാറ്റടിക്കുന്നു, തിര ഉയരുന്നു, പടക് വെള്ളത്താൽ മുങ്ങാൻ തുടങ്ങുന്നു. ശിഷ്യന്മാർ നിലവിളിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് നിലവിളിച്ച് യേശുവിനെ ഉണർത്തുന്നു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിൽ അടങ്ങുന്നതാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് ശിഷ്യന്മാർ വിസ്മയിക്കുന്നു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ എന്ന് ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് ഈ 3 സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും കാണാൻ കഴിയുന്ന വിഷയത്തിന്റെ സംഗ്രഹം, ഉള്ളടക്കം എന്ന് പറയുന്നത്. 7 ആത്മീയ ചിന്തകൾ ഞാൻ ഈ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് പങ്കുവയ്ക്കാം. 1, ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ജീവിതം പ്രവചനാതീതമാണ്. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. അതിന്റെ അർത്ഥം എന്താ? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ? പറ്റും, പക്ഷെ എല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
എല്ലാം മുൻകൂട്ടി കാണുന്നത് പോലെ നടക്കത്തില്ല. എല്ലാം വിചാരിച്ചതുപോലെ നടക്കത്തില്ല. അപ്രതീക്ഷിതമായ, അൺഎക്സ്പെക്റ്റഡ് ആയ, അൺസേർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവമക്കളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതോട് ചേർത്ത് ഒന്നുകൂടെ പറയാം. യേശു ജീവിതത്തിൽ ഉള്ളപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാം. നാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാം. ഹല്ലേലൂയ. ദർ ഇസ് പോസിബിലിറ്റി. എന്നാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും ദൈവത്തിന് അതൊന്നും അൺഎക്സ്പെക്റ്റഡ് അല്ല. ദൈവം സകലതും മുൻകൂട്ടി അറിയുന്നു. ഹല്ലേലൂയ. The things shall be uncertain, unexpected, unpredicted for human view, but for God everything is in his knowledge. തൻ്റെ അറിവിലാണ് സകലതും സംഭവിക്കുന്നത്. ഈ ബോധ്യവും ഉറപ്പും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. യേശുവിന്റെ സുവിശേഷത്തിലേക്ക് കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ പലരും സ്വപ്നം കാണുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രശ്നവുമില്ലാത്ത, സ്മൂത്ത് റണ്ണിങ് ആയിട്ടുള്ള, എല്ലാം അനുകൂലമായിരിക്കുന്ന, എല്ലാം സുഗമമായിരിക്കുന്ന ഒരു ജീവിതമാണ് പലരും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ചിലരൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നത് ചില അത്ഭുതങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ്. രോഗസൗഖ്യം പ്രാപിച്ചതിൻ്റെ, ബന്ധനത്തിൽ നിന്ന് അല്ലെങ്കിൽ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിൻ്റെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് അത്ഭുതകരമായി ദൈവം പുറത്തു കൊണ്ടുവന്നതിൻ്റെ, അത്ഭുതങ്ങളുടെ അനുഭവത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, യേശുവിലേക്ക് കടന്നു വന്നിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർ പ്രത്യേകിച്ച് അവർ ചിന്തിക്കുന്നത് ഇനി എന്തൊക്കെ വിഷയങ്ങൾ, ഈ വലിയ വിഷയത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ആ ദൈവത്തെ അംഗീകരിച്ചാൽ ഇനി എന്ത് ചെയ്യത്തില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, ഒരു വെല്ലുവിളികളും ഉണ്ടാകത്തില്ല. പക്ഷേ അത് തെറ്റായ ചിന്തയാണ്. യേശു പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ, അൺപ്രഡിക്റ്റഡ് ആയിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളെ കാണുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഇത് വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നതല്ല, അതുകൊണ്ട് ഈ ജീവിതം എനിക്ക് പറ്റിയതല്ല എന്ന ചിന്താഗതിയാണെങ്കിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കണം, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ഇവിടെ പ്രശ്നങ്ങളുണ്ട്, പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കും, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും, പല വെല്ലുവിളികൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും, അത് ദൈവനാമം നിമിത്തം അനുഭവിക്കേണ്ടി വരും. സാധാരണ നോർമലായി ഉള്ള ജീവിതത്തിലും പല വിഷയങ്ങളും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ വ്യത്യാസമെന്ന് പറയുന്നത്, മുൻപ് യേശുവിനെ കൂടാതെ നാം ഒറ്റയ്ക്ക് ഇതെല്ലാം നേരിടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് യേശു നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കും. ഏത് സാഹചര്യത്തിലൂടെ ദൈവം നമ്മെ കടന്നു പോകാൻ അനുവദിച്ചാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് കൃത്യമായൊരു പദ്ധതി ഉണ്ടായിരിക്കും. ആ പദ്ധതി നമ്മെ തകർത്ത് കളയുക എന്നുള്ളതല്ല, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നന്മയ്ക്കായുള്ള നിരൂപണമായിരിക്കുമെന്ന് യിരെമ്യാവ് 29:11 നമ്മൾ കാണുന്നത് പോലെ സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപും അതിനുശേഷവും തമ്മിലുള്ള ജീവിതത്തിലെ പ്രധാനമായ വ്യത്യാസം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അൺസർട്ടൺ ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ സംഭവിക്കാം. ഒരുപക്ഷെ നാം സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ ആരെയും അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ല. ബിസിനസ്സിൽ തകർച്ച
പരാജയം സംഭവിച്ചുകൂടാ എന്നില്ല. പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടുകൂടാ എന്നില്ല. ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. നാം ഏറ്റവും വിശ്വസിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ, അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പെരുമാറ്റങ്ങൾ, നമ്മെ തള്ളിപ്പറയുന്ന, ഒറ്റപ്പെടുത്തുന്ന, നമ്മെ വിട്ടകലുന്ന അനുഭവങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. ഇതെല്ലാം നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭപ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി നാം ആഗ്രഹിക്കാതെ അൺഎക്സ്പെക്റ്റഡായി സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് ജീവിതത്തിൽ. ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ. ഹല്ലേലൂയ. അത് ജീവിതത്തിൽ മരണം വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ പക്ഷേ ആമേൻ, ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. എന്നാൽ രണ്ട്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ദ വിൽ ഓഫ് ഗാഡ്. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഉറപ്പ് വരുത്തണം, ഞാൻ ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിലാണ്, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഇതിന് മുൻകൈയെടുത്തത് ആരാണ്? യേശു കർത്താവാണ്. യേശുവാണ് ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. യേശു പറഞ്ഞതനുസരിച്ചാണ് അവർ വള്ളത്തിൽ കയറിയത്. യേശു പറഞ്ഞതനുസരിച്ച ആണ്, യേശു പറഞ്ഞ ദിശയിലേക്കാണ് അവർ യാത്ര തിരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ യാത്ര കർത്താവിന്റെ നിർദ്ദേശപ്രകാരം, കർത്താവായ യേശുവിന്റെ കൽപ്പന പ്രകാരം, ദൈവഹിതപ്രകാരം തന്നെയായിരുന്നു. ആമേൻ. ഇതിൻ്റെ ഒരു മറുവശം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവഹിതപ്രകാരമാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അൺസർട്ടൺ ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ മനസ്സിലാക്കണം, അത് നമുക്കാണ് അൺഎക്സ്പെക്റ്റഡ്, ദൈവത്തിനല്ല. ദൈവം അതിന്റെ പിന്നിലെ സകല കാരണങ്ങളും കാണുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവഹിതപ്രകാരമായിരിക്കണം നമ്മുടെ യാത്ര. ഓരോ വഴി തിരഞ്ഞെടുക്കുന്നതിന് മുൻപും, ഓരോ ചുവട് വെക്കുന്നതിന് മുൻപും, ജീവിതത്തിൽ പ്രധാനമായ ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപും, നമ്മുടെ ജീവിത ഗതിയെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ഡിറക്റ്റ് ചെയ്യാനും സാധ്യതയുള്ള ഏതൊരു കാര്യവും തീരുമാനിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം ദൈവത്തോട്, കർത്താവേ, ഇത് അങ്ങയുടെ ഹിതമാണോ? ഞാൻ മുന്നോട്ട് പൊയ്ക്കോട്ടെ. ഈ വിഷയത്തിൽ അവിടുത്തെ ഇഷ്ടം വ്യത്യസ്തമാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണമേ. ഇനി ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുമെന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എത്ര നല്ലതാണെങ്കിലും, എത്ര പച്ചപ്പുള്ളതാണെങ്കിലും, എത്ര ശ്രേഷ്ഠമായതാണെങ്കിലും, ഇത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ, ദൈവത്തിന് ഹിതമല്ലെങ്കിൽ, ആ വാതിൽ അടഞ്ഞു പോകട്ടെ, ആ വഴി അടഞ്ഞു പോകട്ടെ. എനിക്ക് ദൈവഹിതമില്ലാത്ത ഒരു ഉയർച്ചയും വേണ്ട, ദൈവഹിതമില്ലാത്ത ഒരു നന്മയും വേണ്ട, ദൈവഹിതമില്ലാത്ത ഒരു പദവികളും വേണ്ട. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുമോ? ദൈവഹിതമില്ലാതെ ഒരു ദൈവ പൈതലിന്റെ ഉയർച്ച ദൈവഹിതമല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും ആകണമെന്നില്ല. യേശു തൻ്റെ ഈ ഐഹിക ജീവകാലത്ത് ഉപവസിക്കുമ്പോൾ നേരിട്ട പരീക്ഷകളുടെ ആകത്തുക, അല്ലെങ്കിൽ അതിലെ 3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഉയർന്ന ഒരു മലയാഗ്രഹത്തിലേക്ക്, മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഭൂമിയിലെ സകല രാജ്യങ്ങളെയും അതിന്റെ പ്രതാപത്തെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഭൂമിയിലെ രാജ്യങ്ങളെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചു പിശാച്. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം എൻ്റെ കയ്യിലായിരിക്കുന്നത്, എങ്കൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഇത് നിനക്ക് തരാം. ഹല്ലേലൂയ. നമുക്ക് വേണമെങ്കിൽ പറയാം, യേശു ദൈവപുത്രനാണ്. യേശു സ്വർഗം മുഴുവനും എന്തെന്നറിയുന്ന, സൃഷ്ടിച്ച, അതെല്ലാം സ്വന്തമായിരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഇതൊന്നും കണ്ടാൽ യേശു മയങ്ങത്തില്ല, വീഴത്തില്ല എന്നൊക്കെ നമുക്ക് പറയാം. ഹല്ലേലൂയ. പക്ഷേ
യേശു താൻ നേരിട്ട പരീക്ഷയിലൂടെ നമ്മുടെ മുന്നിൽ ഒരു വലിയ പാഠപുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ്. അതെന്താണ്? ദൈവത്തെ വിട്ടുകൊണ്ടുള്ള, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള, ദൈവത്തെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടുള്ള, ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള, മാറിക്കൊണ്ടുള്ള, നിത്യജീവനെ, സ്വർഗത്തെ മറന്നുകൊണ്ടുള്ള ഒരു ഉടമ്പടികളിലും ഏർപ്പെടരുത്, ഒരു തീരുമാനങ്ങളും എടുക്കരുത്, ഒരു പ്രവൃത്തികളിലേക്കും പോകരുത്. അത് ഈ ലോകം അതിന്റെ പ്രതാപം മുഴുവനും തരാമെന്നുള്ള ഓഫർ ആണെങ്കിൽ പോലും ദൈവത്തെ കൂടാതെയുള്ള യാതൊന്നും എനിക്ക് വേണ്ട എന്ന് ധൈര്യത്തോടെ പറയാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അവിടെ യേശു പറഞ്ഞ മറുപടി എന്താണ്? ഇതൊന്നും എനിക്ക് വേണ്ടെന്നോ. യേശു അവിടെ അല്ല ഫോക്കസ് ചെയ്തത്. എന്നെ നമസ്കരിച്ചാൽ, അതാണ് ട്രംപ് കാർഡ് അല്ലെ? നമസ്കരിച്ചാൽ. യേശുവിന്റെ മറുപടി ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, നമസ്കരിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിനെ നമ്മളൊന്ന് വിശദീകരിച്ചൊന്ന് ചിന്തിച്ചേ, ഒന്ന് വിപുലപ്പെടുത്തി ഒന്ന് ചിന്തിച്ചേ. ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ നമസ്കരിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ നമസ്കരിക്കുന്നതിന് തടസ്സമായിരിക്കുന്നതൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ഇതായിരിക്കണം എപ്പോഴും നമ്മുടെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ അറിയാതെ മാമോനെ സേവിക്കും. മാമോനെ സേവിച്ചാൽ ദൈവത്തെ സേവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഉറപ്പുവരുത്തുക. Am I in the will of God? Are we in the will of God? Is our direction according to the will of God? Is it according to the command of God? കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ചാണോ നാം യാത്ര ചെയ്യുന്നത്? ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ ദൈവഹിതത്തിൽ തന്നെയാണോ? ആണെങ്കിൽ ഈ കാറ്റിനെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഈ കൊടുങ്കാറ്റിനെയും തിരമാലയും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ദൈവഹിതത്തിന്റെ പാതയിൽ ഉണ്ടാകും, പക്ഷെ ഇതൊന്നും എന്നെ പിന്നോട്ടടിക്കാൻ മതിയായതല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ട്, ഉറപ്പുവരുത്തണം, ഞാൻ ദൈവഹിതപ്രകാരമാണ് യാത്ര ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഹല്ലേലൂയ. 3, മേക്ക് ഷുവർ ദാറ്റ് ജീസസ് ഈസ് ഇൻ യുവർ ലൈഫ്. യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതെന്താ? ദൈവഹിതപ്രകാരം ആരംഭിച്ച യാത്രയാണെങ്കിൽ യേശു ജീവിതത്തിൽ ഉണ്ടായിരിക്കത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ചില വേളകളിൽ ദൈവഹിതപ്രകാരം നമ്മൾ മുന്നോട്ട് പോയിട്ട് ഈ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഈ ദൈവമക്കളെ ആടുകളോടാണ് ഉപമിച്ചിരിക്കുന്നത് കൂടുതലും, അല്ലെ? കൂടുതലും ആടുകളോടാണ് നമ്മെ ഉപമിച്ചിരിക്കുന്നത്. മറ്റു ഇതിനോട് ഉപമിച്ചിട്ടില്ലെന്നല്ല, ആടുകളോടാണ് കൂടുതൽ ഉപമിച്ചിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നാം അവന്റെ കൈക്കലെ ആടുകൾ. യേശു പറഞ്ഞു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഹല്ലേലൂയ. കൂടുതലും ആടുകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ആടുകളെ പരിപാലിച്ചിട്ടുള്ള അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർക്കറിയാം ആടിന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? ഇതിനെ ഒരു വഴിക്ക് കൊണ്ടുപോയാൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നടന്നെത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ 3 മണിക്കൂർ മുമ്പേ ഇറങ്ങണം. കാരണം ഈ പോകുന്ന വഴിക്കെല്ലാം ഈ ആട് എന്ത് ചെയ്യുമെന്നറിയാവോ? അവിടെയും ഇവിടെയും നോക്കി അപ്പുറം ഇപ്പുറം ഉള്ളതൊക്കെ കഴിക്കാനും ഇടയ്ക്ക് ചാടി അങ്ങോട്ടോടാനും ഇങ്ങോട്ടോടാനും ഒക്കെ ഈ ആട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. ഈ സമയത്തെല്ലാം ഇതിനെ വലിച്ച് ഇതിനെ ചെറിയ അടിയൊക്കെ കൊടുത്ത് ഇതിനെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ 3 ഇരട്ടി സമയമെങ്കിലും വേണമെന്നുള്ളതാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ ദൈവശബ്ദം കേട്ടിറങ്ങിയവരാണ്, ദൈവഹിതപ്രകാരം നടക്കുന്നവരാണ്. പക്ഷേ ഇടയ്ക്ക് വഴിമധ്യേ പ്രലോഭനങ്ങൾ, നമ്മുടെ ഏകാഗ്രത തെറ്റിക്കുന്ന വിഷയങ്ങൾ വരുമ്പോ അവിടെയും ഇവിടെയും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോ ചില വേളകളിൽ നമ്മൾ കർത്താവിനെ വിട്ട്
കുറച്ചു ദൂരം പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കർത്താവിനെ മറന്ന് അല്പദൂരം യാത്ര ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഓൾവേസ് മേക്ക് ഷുവർ ജീസസ് ഈസ് ഇൻ മൈ ലൈഫ്, യേശു എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. യേശു എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ട്, ഓരോ സെക്കൻഡിലും യേശു എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ കർത്താവ് സൈലന്റ് ആയിരിക്കുന്നത് കേൾക്കുമ്പോൾ, കർത്താവ് ചിലപ്പോൾ നിശബ്ദനായിരിക്കുമ്പോൾ, പകല് മുഴുവൻ യേശു സംസാരിക്കുകയായിരുന്നല്ലോ, ഇപ്പൊ യേശു മരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. ഈ ഉറങ്ങുന്നതിനെ നമുക്ക് സൈലന്റ് ആയിരിക്കുന്ന ദൈവം അല്ലെങ്കിൽ നിശബ്ദനായിരിക്കുന്ന ദൈവം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ദൈവം നിശബ്ദനായിരിക്കുമോ? സഫന്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ സ്നേഹത്തിൽ ഞാൻ മൗനമായിരിക്കുന്നു. ദൈവത്തിന് സ്നേഹം കൂടിയാലും ദൈവം മൗനമായിരിക്കുമെന്ന് ആമേൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സ്നേഹം വർദ്ധിക്കുമ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യും? മൗനമായിരിക്കും. പ്രൈസ് ലോർഡ്. ഈ സ്നേഹം കൊണ്ട് ഒത്തിരി സംസാരിക്കുകയും ചെയ്യും, സ്നേഹം കൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റാതെ വീർപ്പ് മുട്ടി മിണ്ടാതിരിക്കുകയും ചെയ്യും. അതെല്ലാം സ്നേഹത്തിന്റെ വിവിധ പ്രകടനങ്ങളാണ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോ ഇപ്പോൾ യേശു നിശബ്ദനാണ്, പക്ഷെ പകല് മുഴുവനും കേട്ട യേശുവിന്റെ സ്വരം കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താണോ നാം കൂടുതലായി കേട്ടത്, അതായിരിക്കും നാം നിശബ്ദരായിരിക്കുമ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്താണോ നാം കൂടുതലായി കണ്ടത്, എന്താണോ നാം കൂടുതലായി കേട്ടത്, നാം മൗനമായിരിക്കുമ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കുമ്പോഴും അതായിരിക്കും നമ്മുടെ ചിന്തകളിൽ നിറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ ചിന്തയിലേക്ക് വരുന്നെങ്കിൽ ഞാൻ പറയാൻ സമയം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ പകല് മുഴുവൻ യേശുവിനെ കേട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ അവരുടെ കാതുകളിൽ യേശു പകല് മുഴുവൻ സംസാരിച്ച സ്വരമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. പക്ഷേ ഹല്ലേലൂയ, ഇപ്പോൾ യേശു നിശബ്ദനായിരിക്കുമ്പോൾ അവർ കൊടുങ്കാറ്റിന്റെ ശബ്ദം അവരെ ഭയപ്പെടുത്തുവാനായിട്ട് ആരംഭിച്ചു. ഓളങ്ങളുടെ ശബ്ദം അവരെ ഭയപ്പെടുത്തുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോഴും യേശു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, അവരുടെ പടകിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സുഖകാലത്ത് നമ്മൾ പലപ്പോഴും ഉറപ്പുവരുത്താൻ മറന്നുപോകും, ദൈവം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന്, അല്ലെ? പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാം സമാധാനമായി പോകുമ്പോൾ, സ്മൂത്തായി പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഞാനെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കൊടുങ്കാറ്റ്, ഒരു തിര ഉയരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്, ദൈവം എന്നോട് കൂടെ ഉണ്ടോ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് ഉറപ്പുവരുത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓരോ വെല്ലുവിളികളും എന്ന് മറക്കരുത്. ഹല്ലേലൂയ. എവറി ചാലഞ്ചസ് ഇൻ അവർ ലൈഫ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ഷുവർ ഗോഡ് ഈസ് ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. അത് മറക്കരുത്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് റീഅഷ്യൂർ ചെയ്യാൻ, കൺഫേം ചെയ്യാൻ ഉള്ള അവസരമാണ് ഓരോ വെല്ലുവിളികളും എന്ന് മറക്കരുത്. ഹല്ലേലൂയ. മൂന്നാമതായി, മേക്ക് ഷുവർ ദാറ്റ് ജീസസ് ഈസ് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. 4, അവർ യേശുവിനെ ഉണർത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തായി ദൈവത്തെ ഉണർത്തുക അല്ലെങ്കിൽ യേശുവിനെ ഉണർത്തുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ആമേൻ, പ്രാർത്ഥിക്കുന്നവരാവുക, പ്രാർത്ഥിക്കുക, പ്രയർ ലൈഫ്. ഹല്ലേലൂയ. വിഷയങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കുക. മേക്ക് ഷുവർ യു ഹാവ് എ ഹാബിറ്റ് ഓഫ് പ്രയർ ലൈഫ്. പ്രാർത്ഥനയുടെ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പ്രയർ. ഹല്ലേലൂയ. ആൻഡ് മേക്ക് ഷുവർ യു ആർ ഗോയിങ് ടു ബെഡ് ആമേൻ വിത്ത് പ്രയർ. പ്രാർത്ഥനയോടെയാണ് ബെഡിലേക്ക് പോകുന്നതെന്നും ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. നമ്മുടെ കോൺഷ്യസ് ആയിരിക്കുന്ന സമയത്ത് നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡിലും ആ പ്രാർത്ഥനയുടെ മനസ്സ് ഉണർന്നിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഉറങ്ങുമ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ്, പ്രയർ മൈൻഡ് ഉണർന്നിരിക്കും. ഇഫ് വി കോൺഷ്യസ്ലി പ്രേ വെൻ വി ആർ അവൈക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആമേൻ. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. അപ്പോൾ 4-മതായി ചെയ്യേണ്ട കാര്യം, ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യു ഷുഡ് ഹാവ് എ പ്രയർ ലൈഫ്. പ്രേ. ഹല്ലേലൂയ.
പ്രയറിന് ഒരാള് കൊടുത്തിരിക്കുന്നത് പുഷ് എന്നാണ്. PUSH, പുഷ് എന്നാണ്. പുഷ് എന്നതിന്റെ അർത്ഥം എന്താണ്? തള്ളുക എന്ന, അല്ലെ? പ്രാർത്ഥന ഒരു തള്ളലാണോ? ഹല്ലേലൂയ. ഇപ്പൊ മലയാളികളുടെ ഇടയിൽ തള്ളൽ എന്നുള്ള വാക്ക് ഒരു നെഗറ്റീവായി ഉപയോഗിക്കുന്ന വാക്കാണ്. ആമേൻ. എന്നാൽ ഇവിടെ പോസിറ്റീവായി പുഷിനെ ഒന്ന് പറഞ്ഞു തരാം. പുഷ്, തള്ളുക. ആമേൻ. ആ പുഷിനെ PUSH, അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈച്ച് ലെറ്റർ P, pray, hallelujah, and U, until, yes, something, H, happen. Praise the Lord. Pray until something happens. That is push. Pray until something happens. That is push. Hallelujah. That is prayer. എപ്പോ വരെ പ്രാർത്ഥിക്കണം? യേശു പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? യേശു പറഞ്ഞു ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? എപ്പോഴും പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. എപ്പോ വരെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. Pray until something happens. ഹല്ലേലൂയ. എന്തെങ്കിലും നടക്കുന്നത് വരെ പ്രാർത്ഥിക്കണം. Praise the Lord. ദൈവം പ്രവർത്തിക്കുന്നത് വരെ പ്രാർത്ഥിക്കണം. അപ്പോ ഈ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന എന്താണ്? ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളിടത്തോളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. ദൈവം പ്രവർത്തിക്കില്ല എന്ന് തോന്നിയാൽ അപ്പൊ പിന്നെ പ്രാർത്ഥന നിർത്തുകയല്ലേ? ദൈവം പ്രവർത്തിക്കില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യം എന്താ? അല്ലെ? അപ്പോ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താ? സ്റ്റിൽ ഐ ബിലീവ്, സ്റ്റിൽ ഐ ട്രസ്റ്റ് ദാറ്റ് ഗോഡ് വിൽ ഡു സംതിങ്. ഹല്ലേലൂയ. ദാറ്റ്സ് വൈ ഐ കണ്ടിന്യൂ ടു പ്രേ. ഹല്ലേലൂയ. ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. Pray until something happens. Amen. 5, number 5, trust in the authority of Jesus. Trust in the authority of Jesus. Hallelujah. ഇവർക്ക് ഈ പടകിലുള്ള യേശുവിനെ കൂടാതെ 12 പേരുണ്ടെന്ന് വെച്ചോളൂ. 12 അപ്പോസ്തലന്മാർ ആണല്ലോ സാധാരണ തന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ 12 പേരാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ യേശു ഉൾപ്പെടെ 13 പേർ. നമ്മുടെ മീറ്റിംഗിൽ വന്ന് 13 പേരാണ്. 13 ഡിവൈസസ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 13 പേരല്ല, 13 ഫാമിലീസ്, 13 ഡിവൈസസ്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. 13 പേരാണെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ആമേൻ, ഇവരിൽ പത്രോസ്, അന്ത്രയാസ്, യാക്കോബ്, യോഹന്നാൻ, കുറഞ്ഞത് 4 പേര്. ഇവരിൽ ഭൂരിഭാഗം പേരും മീൻപിടുത്തക്കാരാണ്. എങ്കിലും ഈ 4 പേരെ ഡിഫൈൻ ചെയ്ത് മത്സ്യം പിടിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. അപ്പൊ ഇവർക്കെങ്കിലും നന്നായിട്ട് നീന്താൻ അറിയാം. മീൻപിടുത്തക്കാർക്ക്, ഗലീല തടാകത്തിൽ മീൻ പിടിച്ച് പരിചയിച്ചവർക്ക് ഈ തടാകത്തിന്റെ ആഴത്തെക്കുറിച്ചും വിസ്തൃതിയെക്കുറിച്ചും ഇതിന്റെ കാലാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ എത്ര ദൂരം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാം. അവർക്ക് വേണമെങ്കിൽ പറയാം, ഈ പടക് ആടി ഉലയുമ്പോൾ, മുങ്ങുമ്പോൾ ഞങ്ങൾക്കറിയാം, അഥവാ ഇത് മുങ്ങിയാലും ഞങ്ങൾ നീന്തും, ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. പക്ഷേ അവരവരുടെ കഴിവിലല്ല ആശ്രയിച്ചത്, അവരുടെ അറിവിലല്ല ആശ്രയിച്ചത്, അവരുടെ യാതൊരു പ്രത്യേകതകളിലും മാനുഷിക ബലത്തിലല്ല ആശ്രയിച്ചത്. പിന്നെയോ അവർ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. കാരണം അവർക്ക് അറിയാം, യേശു അധികാരമുള്ളവനാണ്. അവരുടെ വിശ്വാസം ശക്തമായിരുന്നില്ല, പൂർണ്ണമായിരുന്നില്ല എന്നുള്ളതൊക്കെ ഒരു മറുവശമാണ്. ബട്ട് സ്റ്റിൽ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീസസ് ഹാസ് അതോറിറ്റി. യേശുവിന് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച കർത്താവിന് സകലത്തിന്മേലും അധികാരമുണ്ട്. ട്രസ്റ്റ് ഇൻ ദ അതോറിറ്റി ഓഫ് ജീസസ്. ഹല്ലേലൂയ. At your uncertain times of life, when unexpected things happen in your life, hallelujah, trust in the authority of Jesus. യേശുവിന്റെ അധികാരത്തിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് 5ാമതായിട്ട് ചെയ്യേണ്ടത്. 6, യേശു ഇവിടെ പറയുന്നു, നിങ്ങൾ പേടിക്കുന്നത് എന്ത്? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? Why do you fear? Why are you afraid? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിലൂടെ നൽകുന്ന കൈമാറുന്ന സന്ദേശം എന്താണ്? ഡോണ്ട് ബി അഫ്രൈഡ്. പേടിക്കരുത്, ഭയപ്പെടരുത്. ഹല്ലേലൂയ. അതാണ് 6ാമത്തെ സന്ദേശം. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടരുത്.
ഭയപ്പെടരുത്. ഹല്ലേലൂയ. 7, ഇവിടെ കർത്താവ് പറയുന്നു, വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്നാണ് ചോദ്യം. അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുക. ബിലീവ്, ബിലീവ്. ആമേൻ. ജീവിതത്തിന്റെ എഡ്ജിലാണെന്ന് തോന്നുന്നു, സ്റ്റിൽ ഗോഡ് ക്യാൻ ഡു സംതിങ്. ബിലീവ് ഇൻ ഹിം, ട്രസ്റ്റ് ഇൻ ഹിം, ബിലീവ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. 7 കാര്യങ്ങൾ. 1, ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. Unexpected things can happen in life. Number 2, make sure that you are in the will of God. Make sure that you are in the will of God. Number 3, make sure that Jesus is in your life. Jesus is in your life. Number 4, pray. Pray. Number 5, trust in the authority of Jesus, not on your abilities, not in your knowledge, but in the authority of Jesus. Trust in the authority of Jesus. Number 6, don't be afraid. Do not fear. Don't be scared. Don't be afraid. ഭയപ്പെടരുത്. And finally, be a believer. Believe. Be a believer. Believe. വിശ്വസിക്കുക, വിശ്വസിക്കുക. അബ്രഹാം ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചു. എല്ലാം എതിരായിരിക്കുമ്പോഴും ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു അക്കരയ്ക്ക് പോകാം എന്നല്ലേ പറഞ്ഞത്? നമുക്ക് അക്കരയ്ക്ക് പോകാം എന്നല്ലേ പറഞ്ഞത്? വിശ്വസിക്കുക, നമ്മൾ അക്കരെ എത്തിയിരിക്കും. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും കർത്താവ് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ദൈവഹിതത്തിലാണ്. ഞാൻ യേശുവിനോടൊപ്പം അക്കരെ എത്തിയിരിക്കും. ബി എ ബിലീവർ, ബി എ ബിലീവർ. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനം ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. ഞങ്ങളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി സ്തോത്രം, ദൈവികാലോചനകൾക്കായി സ്തോത്രം. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് ഒരു വാക്ക് ചിന്തിച്ചു. അതിൽ കർത്താവെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ അധികാരം വെളിപ്പെടുത്തിയത് ഒരിക്കൽ കൂടെ അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഞങ്ങളോട് ഇടപെട്ട ദൈവാലോചനകൾക്കായി സ്തോത്രം. ഇപ്പോൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പിരിയട്ടെ. ഇന്ന് വൈകുന്നേരം നടക്കുന്ന കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമാക്കണം. ജോയിൻ ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. വൈകുന്നേരവും ഏറിയ ആത്മാക്കൾ ദൈവം കൊണ്ടുവന്ന് മഹത്വം വെളിപ്പെടുത്തണം. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ദാസിദാസന്മാരെ അവിടുത്തെ രാജ്യവ്യാപ്തിക്കായി ദൈവം മഹത്വത്തിനായി ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.